നേരത്തെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എല്ലാരും കൂടി ഉണ്ടല്ലോ. സൂര്യ കൂടി എത്തിയത് എങ്ങനെയാണെന്നറിയില്ല. അവന്മാരെ ഒന്ന് വിളിക്കണം. തൽക്കാലം നമ്മളിവിടെ നിന്ന് മാറുന്നല്ലേ ബുദ്ധി. ഏട്ടൻ മാറി നിന്നോ, ഇത് ഞാൻ പോയി കൈകാര്യം ചെയ്തോളാം. കൊള്ളാലോ, ഇതാണോ തറവാട്ടമ്പലം? അതെ മോനെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുമ്പോ ഓർമ്മകൾ തികട്ടി തികട്ടി വരുക. ഏട്ടൻ വാ. എടാ, നിങ്ങൾ വരുന്നില്ലേ? വേണ്ടച്ച, പത്മാമൃതത്തിന് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല. ദൈവത്തിന് ഇഷ്ടമാവും. ക്ഷേത്രത്തിലെത്തിയ ആ ഇഷ്ടം മാത്രം നോക്കിയാ മതി. നീ വാടാ മോളെ, ദേവിയെ തൊഴണ്ടേ നിനക്ക്? വേണം സർ, ഇവിടെ എത്തിയതല്ലേ. അത് പിന്നെ വണ്ടിയിൽ വെച്ച് പറഞ്ഞൊന്നും സാർ കാര്യാക്കണ്ട. എല്ലാവരും രക്ഷിച്ച ദേവിയല്ലേ, അപ്പോ അതിന് നന്ദി പറയണം. സാർ വാ. വാ. ഇവളെന്താ ഇവിടെ? ഞാൻ ഇന്നലെ അങ്ങനെ വന്ന് പറഞ്ഞെങ്കിലും പത്മേച്ചി വരാന്ന് തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. നന്നായി പത്മേച്ചി, ഇത്തരം കാര്യങ്ങൾ നീട്ടിവെക്കാതിരിക്കുന്നതാ നല്ലത്. അല്ല, ഞങ്ങൾ ഇവിടെ വരുന്നുണ്ടെന്ന് ഗംഗയ്ക്ക് മനസ്സിലായിരുന്നു. എവിടെന്ന്? പത്മേച്ചിയുടെ സംസാരം കേട്ടപ്പോ ക്ഷേത്രത്തിലേക്ക് വരാൻ ഒരു താല്പര്യവും എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്കിവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു, ഞാനത് ചെയ്യാനാ വന്നേ. വാ. അച്ഛാ, ഇതിലെന്തോ ചതിയുണ്ടല്ലോ. തൽക്കാലം വന്ന കാര്യങ്ങൾ നടക്കട്ടെ, വരാൻ നോക്ക്. മോളെ വാ. നമസ്കാരം. എന്താ പത്മ, എന്തു പറ്റി വരാമെന്ന് തീരുമാനിച്ചത്? മോളുടെ വിവാഹമാണ്. ഇവിടെ അടിമാടെത്തിയ കുട്ടിയല്ലേ? അന്ന് തിരുമേനിയല്ലേ ഇവിടെ? നമ്മുടെ വാസുദേവൻ പോറ്റിയായിരുന്നു. ഓ, വേദമോളുടെ എന്ത് കാര്യത്തിന് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ദേവിയുടെ അനുവാദം ചോദിക്കണമെന്നാണല്ലോ. ഓ, അതിനുവേണ്ടിയാ പത്മേച്ചിയും കുടുംബം വന്നിരിക്കുന്നത്. നന്നായി. കാരണം എന്തായാലും ഇടയ്ക്കൊന്ന് ഇവിടെ വരുന്നത് നല്ലതാ. പത്മ അയക്കുന്ന ഭീമമായ തുക സംഭാവനയായി ഇവിടെ എത്തുന്നുണ്ട്. അതുപോരല്ലോ. പിന്നെ തിരുമേനി, ഇത് എന്റെ ഏട്ടനാ. നമസ്കാരം. ഏട്ടൻ കുടുംബമായിട്ട് അമേരിക്കയിലാ. അതെ തിരുമേനി, വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിൽ വന്നാലും കൂടിയ 1-2 ദിവസം, അത് മാത്രമാണ് ചിലവഴിക്കാൻ ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഇങ്ങോട്ടൊന്ന് എത്തി നോക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇവര് രണ്ടുപേരുടെയും ചെറുപ്പം ഈ അമ്പലമുറ്റത്ത് തന്നെ ആയിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യും, ആദ്യം എല്ലായിടവും തൊഴുത് പ്രാർത്ഥിച്ചോളൂ. വന്ന കാര്യം അതിനുശേഷം ആവാം. ശരി. ഓ ശരി. ഇപ്പൊ വരാം. മോളെ, ഇപ്പൊ വരാം സർ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഇവിടെ നിന്ന് അനുഗ്രഹം കിട്ടിയാ പിന്നെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല.